ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യനാര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ലോകത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം അനൗഷെ അൻസാരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ഏറ്റവും ഊഷ്മാവ് കൂടിയ ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം? ഉത്തരം അപ്പോളോ 11. രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യനാര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ISRO നിലവിൽ വന്ന വർഷം? ഉത്തരം 1969 ആഗസ്റ്റ് 15. ISROയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏത്? ഉത്തരം അനുസാറ്റ്. ISROയ്ക്ക് വേണ്ടി അനുസാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത്? ഉത്തരം അണ്ണാ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത്? ഉത്തരം സല്യൂട്ട് 1. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം രോഹിണി. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ചന്ദ്രനിൽ കാണുന്ന ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഏത്? ഉത്തരം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ഉത്തരം മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രയാത്രയ്ക്ക് ശേഷം നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന്? ഉത്തരം 1969 ജൂലൈ 24. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ എത്ര സമയം ചെലവഴിച്ചു? ഉത്തരം 21 മണിക്കൂർ 31 മിനിറ്റ്. ചന്ദ്രനിലെ മണ്ണിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം റിഗോലിത്ത്. സുനിത വില്യംസ് എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? ഉത്തരം 322 ദിവസം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏത്? ഉത്തരം ശനി. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത്? ഉത്തരം കാർട്ടോസാറ്റ് 1. ചന്ദ്രനിൽ ആകാശം കറുത്ത നിറത്തിൽ കാണാൻ കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്താണ്? ഉത്തരം സൂപ്പർനോവ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ എന്നാണ് ബഹിരാകാശത്തേക്ക് പോയത്? ഉത്തരം 1984 ഏപ്രിൽ 2. മാഗ്നിഫിസൻറ്റ് ഡിസൊലേഷൻ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനെ വലം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ലൂണ 10. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏത്? ഉത്തരം ചന്ദ്രഗ്രഹണം. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ശ്രീഹരിക്കോട്ട. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം തുമ്പ.
അക്കാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന അമേരിക്കൻ പത്രം വിശേഷിപ്പിച്ചതാരെ? ഉത്തരം കൽപ്പന ചൗള. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.